ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയ്യോ, അതെ, ഇതാരാണ് നോക്ക്. വണ്ടി എടുത്ത് ചെറിയൊരു വണ്ടി എടുത്തിട്ടുണ്ട്, കുഞ്ഞൊരു വണ്ടി എടുത്ത് ഫോർച്യൂണറൊക്കെ എടുത്തിട്ട് നേരെ ഇങ്ങോട്ടല്ലേ വന്നത്. നേരെ ഇങ്ങോട്ടാ വന്നത്. നേരെ വീട്ടിൽ പോയി ഡ്രസ്സ് മാറി നേരെ ഇങ്ങോട്ട് വരാൻ വന്നത്. കേറ്, നമ്മളെ കുടുംബത്തിലേക്ക് അടുത്തൊരംഗവും കൂടി പൊക്കോണ്ടമ്മ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ പ്രവീൺ കൊച്ചു ഇവർ ഒന്നിച്ചു എന്നുള്ള തരത്തിലുള്ള പല വീഡിയോസുകൾ നമ്മൾ കണ്ടു അല്ലേ. അതുപോലെ തന്നെ ഇവർ ഇപ്പോൾ എന്താ പറയുക, പ്രവീൺ കാറൊക്കെ എടുത്തിട്ട് അച്ഛനും അമ്മേൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. അവരുടെ സന്തോഷം ഇതൊക്കെ കണ്ടായിരുന്നു. പ്രവീണിൻ്റെ വീഡിയോസും അതുപോലെ പ്രവീണാണ് ആദ്യം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിനേക്കാളും ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇപ്പോൾ കൊച്ചുവിൻ്റെ വീഡിയോസുകളാണ് ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഒരുപാട് സന്തോഷം ആളുകൾക്ക്, എന്താ പറയുക, അവർ ഒന്നിച്ചു എന്നുള്ളതിൽ. അപ്പോൾ ഇതും പ്രഹസനമാണ്, ഇത് കാട്ടിക്കൂട്ടലാണെന്നുള്ള തരത്തിലും കമൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു അതിൽ കാട്ടിക്കൂട്ടലാണോ എന്നൊന്നും തോന്നുന്നില്ല. എനിക്ക് പിന്നെ പേഴ്സണലി ഒരു കാര്യം പറയാനുള്ളത്, ഒരിക്കലും നമ്മുടെ പേഴ്സണൽ മാറ്റേഴ്സ് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വിളമ്പാതിരിക്കുക. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും സൈബർ ബുള്ളിങ് നേരിടേണ്ടി വന്നത്. അല്ലാതെ ഇവർക്ക് യാതൊരു ഇതും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി ആയിരുന്നു. പക്ഷേ പ്രവീൺ തന്നെയാണ് ആദ്യം വന്നിട്ട് എന്താ പറയുക, ഇതിൽ മുന്നിൽ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം കൊച്ചുവാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ പ്രവീണാണ് ആദ്യം സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാം വന്ന് പറഞ്ഞ് ആകെ പ്രശ്നമായത്. അപ്പം അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് മാത്രം ഇതിൽ വന്ന് പറയണ്ടായിരുന്നു. അതാണ് ഇത്രയും വിഷയങ്ങളായതും ആളുകൾക്ക് ഇത്രയും ദേഷ്യം വന്നത്. ഇപ്പോൾ എന്തായാലും ഇവർ ഒന്നിച്ചു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. പക്ഷെ മൃദുലയും കുഞ്ഞും ഇതുവരെ വീട്ടിൽ വന്നതായിട്ടുള്ള വീഡിയോസുകളും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതും ആളുകൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇവരുടെ കുറച്ച് വീഡിയോകളും കൊണ്ട് നമുക്കൊന്ന് കണ്ടു നോക്കൂ. ഇല്ല, പക്ഷെ വണ്ടി കാണാൻ ലുക്ക് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട്. എനിക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു, ഇവൻ എന്തായാലും അത് എടുക്കൂല, ഫോർച്യൂണർ തന്നെ ആയിരിക്കും എടുക്കുന്നത്. കാരണം ഇവ ആദ്യം തൊട്ടേ പണ്ട് തൊട്ടേ ഇവന്റെ ആഗ്രഹമായിരുന്നു ഫോർച്യൂണർ എടുക്കണമെന്നുള്ളത്. അത് തന്നെ എടുക്കുമെന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. തിരിച്ച് അന്ന് പ്രവീണിന്റെ ഒരു കണ്ണ് തള്ളിയതായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചു. അന്നേ എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു. അച്ഛന് ഈ വണ്ടി ഇഷ്ടമല്ലേ ഫോർച്യൂണർ? നമുക്ക് എല്ലാവരുടെയും ഒരു ഡ്രീം അല്ലേ ഫോർച്യൂണർ. റോഡിൽ കൂടെ പോയി നമ്മൾ ആരായാലും നോക്കും. അത്ര ആണ്ടോട്ട് ഇഷ്ടമുള്ള വണ്ടി അത് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് അടിച്ച വണ്ടിക്കകത്തുണ്ട്. അത് അങ്ങനെയാണ് ഇന്നോവയ്ക്കും എല്ലാത്തിലും. പക്ഷെ അവർ പറയണ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് എന്നൊക്കെ പറയണം. പക്ഷെ എനിക്കൊന്നും ഹൈഡ്രോളിക് JCB ഇല്ല, ഹൈഡ്രോളിക് സ്റ്റിയറിംഗ്. പക്ഷെ അങ്ങനെ ഫീലില്ല, എല്ലാത്തിലും ടൈറ്റ്നസ് ഉണ്ട്. വണ്ടി പൊളിയാട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ട്. അടിപൊളി, ഭയങ്കര സന്തോഷം. മാതാശ്രീക്ക് എന്താണ് പറയാനുള്ളത്? സ്ത്രീക്ക് ഇതിൽ കൂടുതൽ വലിയ സന്തോഷമൊന്നുമില്ല, വേറെ ഒന്നുമല്ല. നിങ്ങൾ തമ്മിൽ മിണ്ടിയപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമായി. വണ്ടി ബ്രേക്ക് കൊണ്ടുവച്ചാ ഉള്ളു, ഫുൾ ബ്രേക്ക്. അപ്പോൾ അമ്മയോട് ചോദിക്കുന്നുണ്ട് മാതാശ്രീക്ക് എന്താണ് പറയാനുള്ളത്. നിങ്ങൾ തമ്മിൽ മുണ്ടിയല്ലോ, അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം എന്ന് പറയുന്നുണ്ട്. അതാണ് നമ്മൾ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ നോക്കുക. അവർ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഖേദിച്ചിട്ടൊന്നും കാര്യമില്ല. ഇപ്പോൾ പ്രധാനം അവരൊന്നിച്ചു. അപ്പോൾ അതുതന്നെ നമ്മൾ മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയാതിരിക്കുക. അത് പറയുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ഇവർ തമ്മിൽ കണ്ടില്ലേ, ആ പുതിയ വണ്ടി എടുത്ത് അവൻ കൊണ്ട് കാണിച്ചു. അവർ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അവരത് അംഗീകരിക്കാൻ അതായി എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മൾ വീഡിയോസുകൾ കാര്യങ്ങളൊക്കെ കണ്ടതാണ്. അന്നത്തെ നമ്മളത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഒന്നിച്ച് ആ വീഡിയോയും ഞാനിപ്പോൾ ചെയ്യുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം, അവർ ഒന്നിച്ചു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. ആ അച്ഛൻ്റെ അമ്മൻ്റെ മുഖത്തെ ആ സന്തോഷം തന്നെ മതിയല്ല. ഇനി അതുപോലെ തന്നെ പ്രവീണിൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് കൊച്ചും എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല, അവർ മരിച്ചു കഴിഞ്ഞാൽ തീർന്നു. ഇപ്പോൾ മൃദുലയുടെ അച്ഛൻ പെട്ടെന്ന് മരിച്ചുപോയി, അവർ എന്ത് കൊണ്ടുപോയില്ലേ, ആ ഒരു ഇത് കൊണ്ടായിരിക്കാം ഇപ്പോൾ ഇവർ പ്രവീണിന് ഈ ഒരു ഇത് വന്നത് തന്നെ പറയാം. എന്ത് തന്നെയാണെങ്കിലും ഇനി സന്തോഷത്തോടു കൂടി ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഇനി മൃദുലയും ഇവർ തമ്മിൽ ഒന്നിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും കുറച്ച് കമൻസ് ഉണ്ടാകുന്നത് നമുക്ക് വായിക്കാം. ഒന്ന് വായിച്ച് നോക്കാം കമൻസുകൾ എങ്ങനെയാണ്. കുറേ കമൻസുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ആരായി, എന്തായാലും ഒത്തിരി സന്തോഷം. ഇനിയെങ്കിലും വീട്ടിലുള്ളത് വീട്ടിൽ തീർക്കുക, നാട്ടുകാർക്കും മീഡിയക്കാർക്കും ആഘോഷിക്കാൻ ഇട്ടുകൊടുക്കരുത്. സത്യമാണ്. പിന്നെ വേറൊരു കമൻറ്റ് ഇങ്ങനെയാണ്, പ്രവീൺ ചേട്ടൻ വന്നപ്പോഴാണ് കൊച്ചു ഉഷാറായത്. പിന്നെ വേറൊരു കമൻറ്റ്, ഒരു കാര്യം പറയട്ടെ, നിങ്ങളെ ഇതുപോലെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അമ്പൂട്ടൻ അമ്മയുടെ കയ്യിൽ കിടന്ന് കളിക്കുന്നത് കാണാൻ കാത്തിരിക്കുന്നു. അമ്മ പറഞ്ഞത് സത്യമാണ്, വണ്ടിയേക്കാൾ വലുതാണ് മക്കൾ. എന്നും സന്തോഷമായിട്ട് ഇരിക്കുന്നത് അതാണ് അമ്മ. അതാണ്
ഈ ഇൻട്രോ കേട്ടപ്പോൾ ഒരുപാട് ഹാപ്പിയായി. പിന്നെ പ്രവീൺ ഫോർച്യൂണർ മേടിച്ചപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെ ഹാപ്പിനെസ് അത് മുഖത്ത് നിന്ന് വായിച്ചു എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പ്രവീൺ കൊച്ചും ഇത്രമാത്രം ഉയരങ്ങളിൽ എത്തി അവർ ആഗ്രഹിച്ച ഓരോ കാര്യങ്ങളും അച്ചീവ് ചെയ്യുമ്പോൾ നമുക്കും ഒരു ഹാപ്പിനെസ് ഉണ്ട്. സോ എന്തായാലും ഇങ്ങനെ തന്നെ പോട്ടെ. അങ്ങനെ ഒരു കമൻറ്റ്. പിന്നെ ഒരാൾ ഈ ഇൻട്രോയുടെ എനർജി അത് പൊളിയാണ്. ആ ഫസ്റ്റത്തെ ഇൻട്രോ അത് പല വീഡിയോകളിലും അവരുടെ ആ ഇൻട്രോ അത് ഭയങ്കര ഒരു നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവാണ് അവരുടെ ഇൻട്രോയൊക്കെ. പിന്നെ അടുത്തൊരു കമൻറ്റ് ഇങ്ങനെയാണ്: നിങ്ങൾ എൻ്റെ ആരുമല്ല, എന്നിട്ടും ഈ വീഡിയോ എനിക്ക് തന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഈ ഒരു ഇൻട്രോയ്ക്ക് വെയിറ്റിംഗ് ആയിരുന്നു ഗൈസ്. അങ്ങനെ ഒരു കമൻറ്റ്. പിന്നെ വേറൊരു കമൻറ്റ്: നിങ്ങൾ അടിച്ചു പിരിയണമെന്ന് ആഗ്രഹിച്ച നിങ്ങളൊന്ന് പിണങ്ങിയപ്പോൾ അത് ആഘോഷിച്ച എല്ലാ ദുഷ്ടജന്തുക്കളുടെയും അന്നനാളത്തിൽ കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും ഒന്നിച്ചത്. എപ്പോഴും നിങ്ങൾ ഒരുമിച്ച് തന്നെ ഉണ്ടാവണം. പഴയ വീഡിയോസ് നോക്കിയിരിക്കുമ്പോൾ ആണ് ഈ വീഡിയോസ് കണ്ടത്. അയ്യോ, അപ്പോൾ ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നമായി മറക്കാം. എല്ലാവർക്കും കുത്തിപ്പൊക്കാൻ കുറേ കൃമികൾ വരും, അവരെ ബ്ലോക്ക് ചെയ്തേക്ക്. ഇതും കുത്തിപ്പൊക്കാൻ കുറേ കൃമികൾ വരും, അവരെ ബ്ലോക്ക് ചെയ്തേക്ക് എന്നുള്ള തരത്തിലൊരു കമൻറ്റ്. ഇൻട്രോ കണ്ടപ്പോൾ തന്നെ ഒരു വല്ലാത്ത സന്തോഷം. എൻ്റെ പൊന്നോ പൊളി ആണ്. കൊച്ചു പറഞ്ഞത് ഓർക്കുന്നു: അവൻ എൻ്റെ ചേട്ടനാണ്, ഞാൻ അവൻ്റെ അനിയനാണ്. അന്ന് പറഞ്ഞ ഇഷ്യൂ ഉണ്ടായ സമയത്ത് പറഞ്ഞ ആ ഒരു അതാണ് പറയണത്. പിന്നെ ഒരു കമൻറ്റ്: ആ ഇൻട്രോ കാണുമ്പോൾ ആ പഴയ ഫീൽ തിരിച്ചു വന്നതുപോലെ. ചേട്ടൻ ആൻഡ് അനിയൻ കെയറി. അമ്മയുടെ മുഖത്തെ സന്തോഷം. ഇനി മൃദുല അമ്പൂട്ടനും കൂടിയുള്ള വീഡിയോയ്ക്കായി വെയിറ്റിംഗ് ആണ്. ഐവ ദാറ്റ് ഇൻട്രോ റിയലി മിസ് ദാറ്റ്. അങ്ങനെ കുറേ ഒരുപാട് കമൻസുകൾ വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും അവരിനി ഒന്നിച്ചു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എന്തായാലും അവരുടെ കുറച്ച് സന്തോഷകരമായ കുറച്ച് നിമിഷങ്ങളും കൂടെ കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഒന്ന് കണ്ടു നോക്കൂ. എണ്ണ കൊണ്ടാ ഫുൾ ടാങ്ക് ഫുൾ ടാങ്ക് അടിക്കുന്നത് 10 രൂപ അവിടെ. 80-90 ലിറ്റർ ടാങ്ക്. ഇത് പെട്രോൾ അല്ലേ? ആയോണ്ട് വലിയ ചെറിയ നടക്കണ്ട. റോഡിൽ ഓടിയോ കറക്റ്റ്. ഞാൻ എന്നെ ഇവിടെ ഇറങ്ങി, ഞാൻ വീഡിയോ എടുത്തുതരാം. വെളിയിൽ നിന്ന് എടുക്കട്ടെ. റോഡിലോട്ട് ഇറങ്ങുമ്പോൾ കറക്റ്റ് പെർഫോമൻസ് കിട്ടും. വണ്ടി ഒരു രക്ഷയില്ല ഗൈസ്, പൊളി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി റോട്ടിൽ ഇറങ്ങിയിട്ട് ഒരു പൊളിയും കൂടെ പൊളിച്ചു നോക്കാം. ഈ അച്ചൻകോവില് പോണം. നമ്മൾ ഏത് വണ്ടി എടുത്താലും പണ്ട് തൊട്ടേ അച്ചൻകോവില് കൊണ്ട് പൂജിക്കും. അപ്പം ഈ വണ്ടി എടുത്ത് നാളെ അച്ചൻകോവില് പോകുമ്പോ വണ്ടി പൂജിക്കണം. JCB മണ്ട് നമ്മൾ അവിടെ നിന്നില്ല എല്ലാം അച്ചൻകോവില്. സ്പോർട്സ് മോഡ് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോ നോർമലാന്ന് തോന്നുന്നു. നോർമൽ ഇനി സ്പോർട്സ് ആക്കട്ടെ. സ്പോർട്സ്. ഒരു വലിയ ഉണ്ട് കേട്ടോ. വണ്ടി സ്പീഡ് കയറുന്ന അറിയുന്നില്ലല്ലോടാ. വണ്ടി അങ്ങനെ കൺട്രോളും ഉണ്ട്. ഞാൻ അറിയുന്നുണ്ട്. എനിക്ക് സ്പീഡിൽ പോകുമ്പോ നെഞ്ചിന്റെ അകത്ത് ഒരു കാന്തല്. വണ്ടി നല്ല ഫീൽ ഉണ്ട് കേട്ടോ ഓടിക്കാൻ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇത്ര ഒരു ടൈറ്റ് വേണം. ടൈറ്റ് വേണമെന്ന് പറയണം. ഒത്തിരി ഇതാക്കാണ്ട് ഈ ഒരു ടൈറ്റ് വേണം. ഇതിലിരിക്കുമ്പോ അറിയത്തില്ല നമ്മള് അല്ലേ? അറിയത്തില്ല ഇത്തിരി വണ്ടി ഇരിക്കുന്ന സ്പീഡിന് പോണെന്ന്. നീ വരുന്ന പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ച് സെറ്റപ്പ് ആയിട്ട് നിന്നേനായിരുന്നു. കൊച്ചിന്റെ അരച്ച ഒരു കൂറ ടീഷർട്ട്, ഒരു നിക്കറും. മൊത്തം വണ്ടി എങ്ങനെ ഉണ്ട്? ഇഷ്ടപ്പെട്ടാ? കൊള്ളാം, അടിപൊളി. അടിപൊളി വണ്ടി. നെറ്റിൽ എന്തോ കുറിയോ? കുറിയൊന്നും അല്ല, ഫാമിലിയായിട്ടുള്ളതാ. അവക്കുവരുണ്ട്. ഇതിനി ഒരു 10-60 വയസ്സാകുമ്പോ അത്രയാവും. വലുതാവുന്നതാ. ആ ശരിയാ, ഒരേ ഷേപ്പില്. അച്ഛനുണ്ട്. അപ്പോൾ എന്തായാലും അവരുടെ ഹാപ്പിനെസ് അവരുടെ മുഖത്തു നിന്ന് തന്നെ വായിച്ചറിയിക്കാൻ പറ്റും. അച്ഛൻ്റെ ആണെങ്കിലും അമ്മേൻ്റെ ആണെങ്കിലും എന്തായാലും ഈ ഒരു സന്തോഷമായിട്ടുള്ള രീതിയിൽ തന്നെ അവർ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. എന്തായാലും ഈ മൃദുലയും ഇനി ഒന്നിക്കട്ടെ എന്ന് തന്നെ ഈ കമൻസിലൊക്കെ കണ്ടതുപോലെ നമുക്കും ആഗ്രഹിക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.